കേരള രീതിയിലുള്ള തനി നാടൻ മട്ടൻ കറി എങ്ങനെ വെക്കുന്നതെന്ന് നമുക്ക് കാണാം. അതിനുവേണ്ടി 1.5 കിലോ മട്ടൻ നല്ലവണ്ണം കഴുകി എടുത്തു വെച്ച് അതിനകത്തേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂണ് ഉപ്പും കൂടെ തിരുമ്മി വെച്ചേക്കുവാണ്. നല്ല വലിപ്പമുള്ള ഒരു നോൺ സ്റ്റിക്ക് പാത്രം അത് ചൂടായപ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. ഈ തേങ്ങാക്കൊത്ത് മൂത്ത് വന്നപ്പോൾ ഇതിലേക്ക് 4 മീഡിയം സൈസിലുള്ള സവോള നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് വഴന്ന് വരട്ടെ. ഇത് വഴലാൻ വേണ്ടി ഞാൻ 1 സ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മട്ടനിൽ ഞാൻ 1 സ്പൂണ് ഉപ്പ് ചേർത്താണ് തിരുമ്മി വെച്ചത്. ഇനി ഈ സവോളയിലേക്കും കൂടെ 1 ടീസ്പൂണാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് എളുപ്പം വഴന്ന് കിട്ടാൻ വേണ്ടി. സവോള പാതി വഴന്ന് വരുമ്പോൾ അതിലേക്ക് ചേർക്കാനായി 1.5 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 12 അല്ലി വെളുത്തുള്ളിയും 3 തൊണ്ടമുളക് നടുവേ കീറിയതും നമുക്ക് സവോളയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവോള പാതി വഴന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഞാൻ വീഡിയോ നീണ്ടു പോകാതിരിക്കാനാണ് മുഴുവൻ കാണിക്കാത്തത്. അപ്പം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് വരട്ടെ. സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലവണ്ണം വഴന്ന് വന്നു. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനു വേണ്ടി 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂണ് ഗരം മസാല, വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാലയാണ്. അതുപോലെ ഓൾറെഡി മഞ്ഞൾപ്പൊടി മട്ടന് ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോടെ മഞ്ഞൾപ്പൊടിയുമുണ്ട്. ഈ പൊടികളെല്ലാം ഇനിയും ഈ സവോളയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഈ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് മട്ടൻ ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറിയപ്പം വലിയൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തു. ഇനി ഈ തക്കാളി ഒന്ന് നല്ലവണ്ണം ഒന്ന് വഴന്ന് വരട്ടെ. അതിനുവേണ്ടി ഈ പാത്രത്തിന്റെ അടപ്പൊന്ന് അടച്ചു കൊടുക്കാം. തക്കാളി എല്ലാം വഴന്ന് കഴിഞ്ഞപ്പം മട്ടൻ അതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും വെള്ളം ഇറങ്ങുമെങ്കിലും സ്ലോ കുക്ക് ചെയ്ത് വേവിക്കുന്നതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ, ചൂടുവെള്ളം 1 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. ഇനിയും മീഡിയം ഫ്ലെയിം, ആദ്യം തിളയ്ക്കുന്നിടം വരെ ഇത് ഫുൾ ഫ്ലെയിമിൽ ഇരിക്കാം. അത് കഴിയുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. നല്ല ടൈം എടുക്കും സ്ലോ കുക്ക് ചെയ്ത് വേകുമ്പോൾ മട്ടന്. പക്ഷെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. സ്ലോ കുക്ക് ചെയ്ത മട്ടൻ കറി നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്കിപ്പം ഫുൾ ഫ്ലെയിമിലേക്ക് തീ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് തീ മാറ്റാം. ഇപ്പം മട്ടൻ അടുപ്പേ വെച്ചിട്ട് 40 മിനിറ്റോളമായി. ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും വെന്തിട്ടില്ല. ഇതിൽ നിന്ന് 1 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചത്. കുറച്ചുകൂടെ മട്ടനിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കിടക്കുന്നത്. ഇനി ഇത് കിടന്ന് വെന്തെടുക്കട്ടെ. പിന്നെ ഇങ്ങനെ സ്ലോ കുക്ക് ചെയ്തെടുക്കുമ്പം നല്ല ടൈം എടുക്കുമെങ്കിലും നല്ല ടേസ്റ്റാണ്. ഞാൻ അത് അടച്ചു കൊടുക്കാം. ഇപ്പം മട്ടൻ അടുപ്പേ വെച്ചിട്ട് 1 മണിക്കൂറായി കറക്റ്റ്. ഇപ്പോഴും വെന്തിട്ടില്ല. കുറച്ച് ടൈം കൂടെ വേണം. ഒരു അരമണിക്കൂറോടായാലേ ഇത് നല്ലവണ്ണം വെന്ത് ഈ ഗ്രേവിയുമായിട്ട് നല്ല കുറുകിയിരിക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ്. ഇപ്പം ജസ്റ്റ് വെന്ത് തുടങ്ങിയേ ഉള്ളൂ. അപ്പം നല്ല മണമാണ് മട്ടൻ്റെ മണം. ഈ കിച്ചൺ ഫുള്ള്. അപ്പം ഞാൻ കപ്പയും കൂടെ വേവിക്കുന്നുണ്ട്. ഇനി അത് രണ്ടും കൂടെ കൂട്ടി മക്കളൊക്കെ ഒന്ന് ഈവനിങ് ആകുമ്പോഴത്തേക്ക് എത്തും. ഇന്നിവിടെ ഫ്രൈഡേ ആണ്. വന്നിട്ട് വേണം ഇത് കഴിക്കാൻ. നല്ല അടിപൊളി മണമാണ്. അതിപ്പം വെളിച്ചെണ്ണയിലാണ് നമ്മൾ മസാലയൊക്കെ മൂപ്പിച്ചുകൊണ്ട് ഇത്രയും നല്ല മണം. അപ്പം ഇനി അടപ്പടച്ചു കൊടുക്കാം. കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ മട്ടൻ കറി അടുപ്പേ വെച്ചിട്ട് 1.5 മണിക്കൂറായി. സ്ലോ കുക്ക് ചെയ്യുവായതുകൊണ്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി 2 കൂട്ടം കാര്യങ്ങളും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതാണ് ലാസ്റ്റ് ടേസ്റ്റിനുള്ള 2 കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂണ് പെരിഞ്ജീരകപ്പൊടിയും അതുപോലെ നല്ല ഒരു ഫുള്ള് 1 ടീസ്പൂണ് പെപ്പർ പൗഡർ. ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്ത്
ഇപ്പം ഉപ്പൊക്കെ ഞാനൊന്ന് ചെക്ക് ചെയ്തായിരുന്നു. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇപ്പം നല്ലവണ്ണം കറി നല്ല ഗ്രേവിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. അതോടൊപ്പം മീറ്റ് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഓക്കെ, നല്ല പരുവത്തിനുണ്ട്. ഇത്രയും ഗ്രേവി വേണം. ഇനിയും വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് താളിച്ചൊക്കെ ഒഴിക്കാം. ഒരുപാട് എണ്ണ വേണ്ടായല്ലോ, അതുകൊണ്ട് ഇനിയും താളിച്ചൊന്നും ഒഴിക്കുന്നില്ല. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. 1